നമസ്കാരം. നിഗൂഢതകളുടെ 20-ാം മണിക്കൂറാണ് 20th അവർ. ഇടുക്കിയിൽ വയോധികയെ ചുട്ടുകൊന്നത് സഹോദരി പുത്രനായിരുന്നു. എന്തിനു വേണ്ടിയാണ്? സ്വത്ത് അത് കവർന്നെടുക്കാൻ വേണ്ടി. ആ കേസിൽ ഇന്ന് വിധി വന്നു. ഇനി മറ്റു ചില നിഗൂഢമായിട്ടുള്ള സംഭവങ്ങൾ നോക്കിയാൽ, ഒരു ഭർത്താവിനെ കൊന്ന ശേഷം ഒരു ഭാര്യ കിണറ്റിലേക്ക് എടുത്തു ചാടുന്ന കാഴ്ചയൊക്കെ കണ്ടു. ഈ വാർത്തകളിലേക്ക്, ഈ നിഗൂഢതകളിലേക്കാണ് 20th അവർ എത്തുന്നത്. സ്വാഗതം. വയോധികയെ ചുട്ടുകൊന്ന കേസിൽ സഹോദരി പുത്രന് ജീവപര്യന്തവും പിഴയും. തൊടുപുഴ മുട്ടം തോട്ടുങ്കര ഭാഗത്ത് ഊളാനിയിൽ വീട്ടിൽ സരോജിനി എന്ന 72-കാരിയാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടത്. ഈ കേസിലാണ് ഇന്ന് വിധി വന്നത്. ഇടുക്കി വെള്ളത്തൂവൽ സ്വദേശി സുനിൽ കുമാറിനെയാണ് ശിക്ഷിച്ചത്. സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടി പ്രതി മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. സരോജിനിയുടെ സഹോദരി പുത്രനാണ് സുനിൽ കുമാർ. ഈ സംഭവം നടക്കുന്നത് 2021 മാർച്ച് 31-ാം തീയതിയാണ്. രാത്രി ഏകദേശം 1 മണിയോടുകൂടി ആ നാടിനെ നടുക്കിയ ക്രൂരകൃത്യം. 6 വർഷമായി സരോജിനിയുടെ വീട്ടിൽ സഹായി എന്ന മട്ടിൽ താമസിച്ചു വരികയായിരുന്നു സുനിൽ കുമാർ. അവിവാഹിതയാണ് സരോജിനി. ഈ സരോജിനിക്ക് 2 ഏക്കർ സ്ഥലമടക്കം ഏകദേശം 6 കോടിയോളം രൂപയുടെ സ്വത്തുണ്ടായിരുന്നു. ഈ സ്വത്തെല്ലാം സുനിലിന് നൽകാമെന്ന് സരോജിനി ഒരിക്കൽ പറഞ്ഞിരുന്നതാണ്. പക്ഷെ പിന്നീട് അതിൽ ചില മാറ്റങ്ങൾ വന്നു. 2 സഹോദരിമാരുടെയും 9 മക്കളുടെ പേരിൽ ഈ സ്വത്ത് മുഴുവൻ വീതം വെച്ച് നൽകാനായിരുന്നു സരോജിനിയുടെ തീരുമാനം. ഇത് വൈരാഗ്യത്തിനുള്ള കാരണമായി. കൊലപാതകത്തിന് കാരണം വീട്ടിലെ പാചകവാതക സിലിണ്ടർ തുറന്നുവിട്ട് ഇത്തരത്തിൽ തീപിടുത്തമുണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് ഇയാളെത്തി. അങ്ങനെ തീപിടുത്തമുണ്ടാക്കി കൊലപാതകം നടന്നു. അതൊരു സ്വാഭാവിക പൊട്ടിത്തെറി കൊണ്ടുള്ള മരണമാണ് എന്ന് വരുത്തി തീർക്കാനും തെളിവുകൾ നശിപ്പിക്കാനും ഇയാൾ പ്രത്യേകം ശ്രമിച്ചിരുന്നു. അന്ന് നടന്നതെന്താണ്? ഈ സംഭവത്തിന് ശേഷം ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിരുന്നു. ആ നാട്ടുകാർ പറയും അന്ന് അവർ കണ്ടതും അവർ അറിഞ്ഞതും. ഈ സംഭവം നടന്ന ദിവസം തന്നെ ഞാൻ 4:30 സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇത് തീ പിടിച്ചെന്ന് പറഞ്ഞാൽ വീടൊന്നും കത്തിപ്പോയില്ല. വീട് കത്തിപ്പോകുന്നുള്ള ധാരണയിൽ പുള്ളി ഗ്യാസിൻ്റെ പൈപ്പ് ഊരിയിട്ട് തീ കൊടുക്കും. പൈപ്പ് പയ്യെ കത്തിക്കൊണ്ടിരുന്നു. അടുത്തുള്ളവരൊക്കെ ചെല്ലുമ്പോൾ ഈ പൈപ്പ് കത്തുന്നുള്ളൂ. അപ്പോൾ പിന്നെ കുറച്ച് മണ്ണെണ്ണ ഇതൊക്കെ ഒഴിച്ച് കുറച്ച് കത്തിച്ചു. അപ്പോൾ അത് അവർ കൂടി തീ എടുത്തി. അപ്പോൾ ഫയർ ഫോഴ്സ് കൂടെ വന്നിട്ടാണ് പിന്നെ അപ്പോഴും അടുത്തുള്ളവർ ചോദിച്ചു ഈ അമ്മ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞാൽ അത് അകത്ത് കിടപ്പുണ്ട്. ഈ കക്ഷി പറഞ്ഞതാണ്. അപ്പോൾ ഇവൻ്റെ ഒരു വളരെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 12 മണിക്ക് മുമ്പ് ഈ കൊലപാതകം കഴിഞ്ഞു. അവൻ ചവിട്ടിക്കൊല്ലുമായിരുന്നു. ബഹുമാനപ്പെട്ട സിയോട് കൃത്യമായി അന്നത്തെ വിജയകുമാർ സാറിനോട് കൃത്യമായിട്ട് പറഞ്ഞു തരുമായിരുന്നു. ഇവൻ ടൈലിലേക്ക് എടുത്ത് അടിച്ചിട്ട് തലയോടൊക്കെ പൊടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചവിട്ടി 5 വാരിയിൽ ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയ്ക്ക് ക്രൂരമായ, അതിനുശേഷം കട്ടിലയിലെടുത്ത് കിടത്തിയിട്ട് മണ്ണെണ്ണ ഒഴിച്ചിട്ട് കത്തിക്കുകയും ഇതെല്ലാം നമ്മുടെ നാട്ടുകാരും എല്ലാവരും ഇവിടെ നിൽക്കുന്ന എല്ലാവരും കണ്ടെത്തുന്നതാണ്. അതിനുശേഷമാണ് ഇവൻ എടുത്തു കൊണ്ടുവന്ന് അടുക്കള സൈഡിൽ കിടത്തുകയും ഈ ഗ്യാസ് തുറന്നു വിട്ട് വീട് മുഴുവൻ കത്തിപ്പോകുന്നുള്ള പ്രതീക്ഷയിലാണ് ചെയ്തത്. വീട് കത്തിപ്പോയി ദൈവം കൂടെയാന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അത് ഒരു വലിയ തെളിവായിട്ട് കിടന്നു. അങ്ങനെ നാട്ടുകാർ കണ്ടത് അതിക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകമാണ്. ശാസ്ത്രീയ പരിശോധനയിലാണ് ഈ മരണം ഒരു കൊലപാതകമാണ് എന്ന് തെളിയുന്നത്. അങ്ങനെ വിവിധ വകുപ്പുകളിലായി പ്രതിക്ക് 33 വർഷത്തെ ശിക്ഷ അനുഭവിക്കണമെന്നുള്ളതാണ് കോടതിയുടെ വിധി. പ്രോസിക്യൂഷൻ വാദിച്ചത് വധശിക്ഷ നൽകണം എന്നുള്ളതായിരുന്നു. കാരണം അത്രമാത്രം ക്രൂരമായിട്ടാണ് ആ സ്ത്രീയെ, സരോജിനിയെ, സ്വന്തം സഹോദരിയുടെ പുത്രൻ കൊന്നു തള്ളിയത്. പക്ഷേ ആ അംഗീകരിക്കപ്പെട്ടില്ല. പക്ഷേ എന്നാലും അപ്പീൽ പോകേണ്ട എന്നുള്ളതാണ് തീരുമാനം. കാരണം ഏറ്റവും മികച്ച ശിക്ഷ, പരമാവധി ശിക്ഷ തന്നെ നൽകി കിട്ടി എന്നുള്ളതാണ് ജോണി അലക്സ്, പബ്ലിക് പ്രോസിക്യൂട്ടർ, പറയുന്നത്. നമുക്ക് വളരെ കൃത്യമായിട്ട് തന്നെ രേഖകളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിൽ തെളിയിക്കാൻ സാധിച്ചു. അവരുടെ പരിശോധന, വളരെ ശാസ്ത്രീയ പരിശോധനകൾ കേസിൻ്റെ നിർണായക തെളിവായി.
വധശിക്ഷയാണ്. പക്ഷെ മാക്സിമം കൊടുത്തതായിട്ടാണ് ഇപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പീൽ പോകുന്നില്ല. അതിനകത്ത് പരമാവധി ശിക്ഷ പ്രതിക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രതിക്ക് അതുപോലെ തന്നെ ജീവനും തടവാണ് ഇന്ന് തൊട്ടാണ് അനുഭവിക്കേണ്ടത്. സെറ്റ് ഓഫ് അനുവദിച്ചിട്ടില്ല. കൃത്യമായ ആസൂത്രണത്തിന് ശേഷമായിരുന്നു ആ കൊലപാതകമെന്ന് ജില്ലാ കോടതി അത് കണ്ടെത്തി. തൊടുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നടത്തിയ പഴുതടച്ച അന്വേഷണമാണ് സുനിൽകുമാറിനെ കുരുക്കിയത്. ഓർക്കുക, ഒരു അവിവാഹിതയായിട്ടുള്ള വയോധിക, 72 വയസ്സായി. ആ സ്ത്രീയുടെ മുഴുവൻ സഹായവും മുഴുവൻ കരുണയും പറ്റി ജീവിച്ചിരുന്ന അയാൾ അവരുടെ സ്വത്ത് അപഹരിക്കാൻ വേണ്ടി അതിദാരുണമായി കൊല്ലുന്ന സാഹചര്യം എന്തൊക്കെയാണ് നമുക്ക് ചുറ്റും നടക്കുന്നത്? ഭർത്താവിനെ കോടാലി കൊണ്ട് വെട്ടിക്കൊന്ന ശേഷം വീട്ടിന് മുന്നിലെ കിണറിൽ ചാടി യുവതി. നമ്മുടെ കേരളത്തിലല്ല, അത് രാജസ്ഥാനിലാണ്. രാജസ്ഥാനിലെ ചിറ്റഗോഡ് എന്നുള്ള ജില്ലയിൽ, അവിടെ തംലാവ് എന്ന ഗ്രാമം. സമയം ഏതാണ്ട് രാവിലെ 9 മണിയാണ്. ലാൽമീന എന്നാണ് ആ സ്ത്രീയുടെ പേര്. ലദ്ഭായ് എന്ന് നാട്ടുകാരും വീട്ടിലുമൊക്കെ വിളിക്കും. 45-കാരനായ മോഹൻ ഗുർജാറാണ് ഭർത്താവ്. കോടാലി കൊണ്ട് ആ മോഹൻ ഗുർജാറിനെ വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. തല ശരീരത്തിൽ നിന്ന് വേർപെട്ട നിലയിലായിരുന്നു. കൊലപാതക ശേഷം ആ സ്ത്രീ വീടിന് സമീപമുള്ള കിണറ്റിലേക്ക് എടുത്തു ചാടി. നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് സ്ത്രീയെ കിണറിന്റെ ഭിത്തിയിൽ അള്ളിപ്പിടിച്ച് ഇരിക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. ആദ്യമൊന്നും കയറാൻ കൂട്ടാക്കിയില്ല ആ സ്ത്രീ. നാട്ടുകാർ ഒരുപാട് നിർബന്ധിച്ചു. പിന്നീട് പോലീസ് എത്തി. പോലീസും നാട്ടുകാരും ചേർന്ന് അനുനയിപ്പിച്ചു. അങ്ങനെ ഏറ്റവും ഒടുവിലാണ് ആ സ്ത്രീ കരയിലേക്ക് കയറാമെന്നുള്ള സമ്മതം നൽകിയത്. അതുവരെ ആ കിണറിന്റെ ഭിത്തിയോട് ചേർന്ന് അള്ളിപ്പിടിച്ച് കിടന്നു ലദ്ഭായ്. आ जाओ ऊपर आ जा। कहीं हुए जो लोग ने पकड़ो बाण काढ़ा है। लोग ने कहानी बना ली कहीं करियो। हाँ कहीं करियो। हाँ नंदा गुजर को छोरा ने नंदा गुजर को छोरा ने कहानी बना ली कहीं कहाँ। हाँ തുടരെ വെട്ടിയായിരുന്നു കൊലപാതകം. ഒറ്റ വെട്ടിൽ തന്നെ ആ തല ശരീരത്തിൽ നിന്ന് വേർപെട്ടിരുന്നു. നാട്ടുകാർ പറയുന്നത് ലദ്ഭായുടെ മകൻ നിലവിളിച്ചുകൊണ്ട് വീടിന് പുറത്തേക്ക് ഓടി വരുന്നു. അപ്പോഴാണ് സംഭവം തൊട്ടടുത്തുള്ളവർ പോലും പറയുന്നത്. ഭർത്താവിനെ ആക്രമിച്ചുവെന്നും അവരെ കൊലപ്പെടുത്തിയെന്നും ഓടിക്കൂടിയ നാട്ടുകാരോട് ആ സ്ത്രീ പറഞ്ഞു. അപ്പോൾ നാട്ടുകാർ അമ്പരം നിൽക്കുമ്പോഴാണ് ഇവർ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് തന്നെ നോക്കി നിൽക്കെ ഇറങ്ങി ഓടി ആ കിണറ്റിലേക്ക് ചാടുന്നത്. ഈ ലദ്ഭായുടെ മനോനില അത് കുറച്ച് ദിവസങ്ങളായി തകരാറിലാണ് എന്നുള്ള സംശയം ഉന്നയിക്കുന്നുണ്ട് നാട്ടുകാർ. ലദ്ഭായ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ചോദ്യം ചെയ്യൽ അത് തുടരുകയും ചെയ്യുന്നു. മാനസിക നില ഉൾപ്പെടെ പരിശോധിച്ച് നടപടിയെടുക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഇദ്ദേഹത്തെപ്പറ്റി പറയുമ്പോൾ അദ്ദേഹം അങ്ങേയറ്റം സാധുവായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു എന്ന് ആണ് പറയുന്നത്. മോഹൻ ഗുർജാർ എന്നാൽ നാട്ടുകാർക്ക് ഒരു പാവപ്പെട്ടവനാണ്. ആടുകളെ മേയിച്ച് ഉപജീവനം നടത്തുന്ന ഒരു സാധു. 2 ആൺമക്കളുണ്ട് ഈ ലദ്ഭായ്ക്കും മോഹൻ ഗുർജാറിനും. മൂത്തയാൾ 11ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. രണ്ടാമത്തെയാൾ 4ാം ക്ലാസ്സിലും. അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് വളരെ അപ്രതീക്ഷിതമായ ഒരു കൊലപാതകത്തിന്റെ വാർത്ത. അതിനുശേഷം അതിനാടകീയമായിട്ടുള്ള ആ സ്ത്രീയുടെ കിണറ്റിൽ ചാടി. ഒന്നും വിശ്വസിക്കാൻ കഴിയാതെ പകച്ചു നിൽക്കുകയാണ് ആ ഗ്രാമം.
സ്വത്ത് തർക്കത്തിന്റെ പേരിൽ പട്ടാപ്പകൽ കൊലപാതകം. വെടിവെച്ച് വീഴ്ത്തിയത് അമ്മാവനെയും മരുമകനെയും. ഹരിയാനയിൽ വീട്ടിലെത്തി ബ്ലേഡ് മാഫിയയുടെ ഭീഷണി. കല്യാണം മുടങ്ങിയ വിഷമത്തിൽ വധു ജീവനൊടുക്കാൻ ശ്രമിച്ചു. തിരുവനന്തപുരം കല്ലമ്പലത്താണ് ഈ സംഭവം. 23 വയസ്സുള്ള പെൺകുട്ടി അവളുടെ വിവാഹം കൊല്ലം സ്വദേശിയുമായിട്ടുള്ള ഒരു യുവാവുമായി ഉറപ്പിച്ചിരുന്നു. വിവാഹം നിശ്ചയിച്ച യുവാവിന്റെ വീട്ടിൽ ബ്ലേഡ് മാഫിയ സംഘം 3 വാഹനങ്ങളായി എത്തുകയാണ്. പെൺകുട്ടിയുടെ മാതാവ് തങ്ങൾക്ക് പണം നൽകാനുണ്ട് എന്നും അത് കിട്ടാത്തതിനാൽ വിവാഹത്തിൽ നിന്ന് പിന്മാറണം എന്നുള്ളതായിരുന്നു ആവശ്യം. അല്ലാത്ത പക്ഷം കൊന്നുകളയും എന്ന് ഭീഷണിപ്പെടുത്തി. തുടർന്ന് യുവാവ് വിവാഹത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. ഇതിന്റെ മനോവിഷമത്തിലാണ് ഈ പെൺകുട്ടി ജീവനൊടുക്കാൻ ശ്രമിച്ചത് എന്നാണ് ആ കുടുംബം പറയുന്നത്. അമിതമായി ഗുളികകൾ കഴിച്ച് ഗുരുതരാവസ്ഥയിലാണ് ഈ പെൺകുട്ടി. അങ്ങനെ വർക്കലയിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് അവൾ. യുവാവിന്റെ വീട്ടിലെത്തി ആ യുവാവിനെ ഭീഷണിപ്പെടുത്തിയ സംഘത്തിനെതിരെ കല്ലമ്പലം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കല്ലമ്പലം ഞെക്കാട് സ്വദേശികളെ പറ്റിയാണ് ഈ പരാതി. സുനി, നിഷ, അൻസാരി, ബ്രൗൺ, രമണി, മഞ്ജു തുടങ്ങി കണ്ടാലറിയാവുന്ന മറ്റുള്ളവർക്കെതിരെയും കല്ലമ്പലം പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. എന്താണെങ്കിലും പണം തിരികെ നൽകിയിട്ടും അതിന്റെ പലിശ കിട്ടിയില്ല എന്ന് ആരോപിച്ച് നിരവധി തവണയാണ് പെൺകുട്ടിയുടെ ഈ വീട്ടിലെത്തി ബ്ലേഡ് മാഫിയ സംഘം ബഹളമുണ്ടാക്കിയതെന്നാണ് പെൺകുട്ടിയുടെ അമ്മ പറയുന്നത്. എന്റെ വീട്ടിലുള്ള മറ്റൊരു നീ നോക്കോ പൈസ കല്യാണത്തിന് പൈസ വേണം. പൈസ പിന്നെ കല്യാണം പൈസ ഉണ്ടോ? കല്യാണം പൈസ ഉണ്ടോ? പറ്റൂല. അവള് 1 ലക്ഷം രൂപ ഉണ്ടാക്കും. ഞാൻ ചുമ്മാ കൊടുത്തല്ല, ഞാൻ നാട്ടാണ്ട് മേടിച്ചോണ്ട് പൈസ ഞാൻ കല്യാണം കഴിഞ്ഞുമ്പോ ഉണ്ടാക്കണ്ട. എന്റെ പണം തന്നിട്ട് ഉണ്ടാക്കിയാൽ മതി. എന്റെ ഞാൻ ഇപ്പോഴും ഞാൻ ഈ പൈസ വഴക്കിലിങ്ങേ വരും. നീയൊക്കെ എല്ലാവരും പണം മേടിക്കും. ഒറ്റ ഉണ്ടാക്കാൻ പറ്റില്ല. ആ പെൺകുട്ടിയുടെ അമ്മ പറഞ്ഞതുകൂടി കേൾക്കാം. അവരൊക്കെ എന്തോ ചോദിക്കുന്നു, എന്തോ അത് എങ്ങനെ മോളെ മുടങ്ങിയെന്ന് ചോദിക്കൂലേ? ഇപ്പൊ എല്ലാരും എന്നോട് ചോദിക്കൂലേ എന്തുകൊണ്ട് കൊച്ചിന്റെ കല്യാണം മുടങ്ങിയത്? അതല്ലേ പറഞ്ഞത്, ഇവരുമായിട്ടുള്ള കോണ്ടാക്റ്റാണ്. ഞാനുമായിട്ടൊരു കോണ്ടാക്റ്റും ഇല്ല. ബ്രൗൺ ആറ്റിങ്ങന്തോ കുണ്ടയങ്ങണ്ടാണ്, അതിനെ പറ്റി എനിക്കറിയത്തില്ല. ഈ പോയ വ്യക്തികളെയൊക്കെ ഇവരെ എനിക്കറിയുള്ളൂ. അവിടെ കുറെ പേര് ഇന്ന് അങ്ങനെ പറയുന്നുണ്ട്. എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. നിഷയ്ക്കറിയാം ബ്രൗൺ ആരാണെന്നും എന്താണെന്നുള്ള വിവരം മൊത്തവും നിഷയ്ക്കറിയാം. അവരുമായിട്ടാണ് കോണ്ടാക്റ്റും കാര്യങ്ങളും എല്ലാം. ഈ അവർ ഇവരെ കൊണ്ടുപോയി 30 ഗുണ്ടാൾക്ക് 10-30 പേര് 3 വണ്ടിയിലാണ് പോയത്. ബാക്കി എല്ലാവരും റോഡിൽ അവരെ ഒരു ഇട റോഡാണ് അവിടെ നിന്ന്. ഇതുവരെ ഉണ്ടായിട്ടില്ല. നീതി ലഭിക്കുമെന്ന് അവർ പറയുന്നതല്ലാതെ ഇവരെ അകത്തിട്ടാൽ ഞാൻ അവർക്ക് സല്യൂട്ട് ചെയ്യും നീതി ലഭിച്ചെന്ന്. ഇവരെ ഈ പോയവരെ എൻ്റെ കൊച്ചിൻ്റെ കല്യാണം ഇനിയിപ്പോൾ നടന്നില്ലെങ്കിലും എനിക്ക് സമാധാനം. ഇവരെ ഞാനും എൻ്റെ മോളോട് ചേർന്നവരെ ജയിലിനകത്താക്കണം, എനിക്കാക്കണം. ഇനി ഒരു കൊച്ചുങ്ങൾക്കും ഇങ്ങനെ ഒരു ഗതി ഉണ്ടാവില്ല. എല്ലാ അച്ഛനും അമ്മയ്ക്കും മക്കളെ വളർത്തി ഒരു കുടുംബം നോക്കി വരുമ്പോൾ ബാധ്യത ഉണ്ടാവും. ഗൾഫിൽ നിന്നും ആരും പോയി എല്ലാം ഉണ്ടാക്കിക്കൊണ്ട് വരുന്നവരല്ല. അപ്പം ബാധ്യതയ്ക്ക് നമ്മൾ ചിലപ്പോൾ പലിശയ്ക്ക് 1 ലക്ഷം രൂപയായിരിക്കും നമ്മൾ പലിശയ്ക്ക് എടുക്കുന്നത്. അവർക്ക് പലിശ കൊടുത്ത് നമ്മൾ 10 ലക്ഷം രൂപയോളം നമ്മൾ കടക്കാറാവും. അപ്പൊ അങ്ങനെയുള്ള പലിശക്ക് 10 രൂപ പലിശക്ക് 10
10 രൂപ പലിശ എല്ലാ ഗൂഗിൾ പേയിലും ഉണ്ട് ഇട്ട് കൊടുത്തത്. ഗൂഗിൾ പേയിൽ പലിശയും മുതലും എല്ലാം ഇട്ട് കൊടുത്ത എല്ലാ രേഖകളും എൻ്റെ ഉണ്ട്. കൊല്ലുന്ന പലിശയാണത്. കല്യാണം നടത്താൻ പൈസ ഉണ്ടല്ലോ എന്നാണ് ആ ബ്ലേഡ് മാഫിയക്കാരൻ ചോദിക്കുന്നത്. നിങ്ങൾ വീഡിയോയിൽ കണ്ടു കാണാം. എന്താണെങ്കിലും കല്യാണം മുടക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്ന് പെൺകുട്ടിയുടെ മാതാവ് പറയുന്നു. ജീവനിൽ ഭയമുള്ളതുകൊണ്ട് വിവാഹത്തിൽ നിന്ന് പിന്മാറുകയാണെന്നായിരുന്നു യുവാവ് പെൺകുട്ടിയുടെ വീട്ടുകാരോട് അറിയിച്ചത്. ആ വീട്ടുകാരും ഒരു പക്ഷേ അവരെ കുറ്റം പറയാൻ കഴിയില്ല. ആ പെൺകുട്ടിയുടെ വരൻ്റെ വീട്ടുകാർ പെൺകുട്ടിയോട് പറഞ്ഞത്, എൻ്റെ മകനെ ഞങ്ങൾക്ക് ജീവനോട് കൂടി വേണം, അതുകൊണ്ട് ദയവ് ചെയ്ത് നമുക്ക് ഈ കല്യാണം വേണ്ട എന്ന് വെക്കാമെന്നുള്ളതായിരുന്നു. പയ്യൻ്റെ അമ്മ വന്നിട്ട് പറഞ്ഞ്, ഷൈജെ നിങ്ങളിപ്പോൾ നമുക്ക് നമ്മളെ മോനെ വേണം, ഇവിടെ വന്ന് നിങ്ങളെ നാട്ടുകാർ 10-30 പേര് വന്ന് എൻ്റെ മോൻ്റെ കല്യാണ മണ്ഡപത്തിൽ വന്നാൽ കാലും കൈയും വെട്ടുമെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് മോനെ ഉള്ളൂ, ഞങ്ങളെ കുഞ്ഞിനെ വേണം. അതുകൊണ്ട് അപ്പോൾ എൻ്റെ ബ്രദർ പറഞ്ഞു, ആൻറ്റി അവരെ വാക്കല്ലേ, അവർ പറഞ്ഞതല്ലേ കേൾക്കുള്ളൂ, നമ്മുടെ വാക്കുകൂടെ നിങ്ങൾ കേൾക്ക്, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം, ഒന്നും വേണ്ട. ഇതെല്ലാം കേട്ട് ഞാൻ റോഡിൽ ബോധം വിട്ട് വീണ്. അപ്പോൾ അവർ പോയി ഓടിപ്പോയി കഥ അടച്ചെന്ന് പറഞ്ഞാൽ കണ്ടില്ല. മാമിയെ പറഞ്ഞ് അവർ കഥമൊക്കെ അടച്ച് നമുക്ക് പോകാമെന്ന് പറഞ്ഞ് എന്നെ എടുത്തുകൊണ്ട് അവരിങ്ങി വന്ന് കുറച്ച് കഴിഞ്ഞ് ഞാൻ ഇവിടെ ഇരുന്ന് കരഞ്ഞെടുത്ത മോള് അവിടെ ബോധം കെട്ട് വീണ്. ബോധം കെട്ടിട്ട് മോളെല്ലാം ഓടിച്ചെന്ന് അവൾക്ക് വെള്ളമൊക്കെ കൊടുത്തപ്പോൾ അവൾ പറഞ്ഞ്, അമ്മ ഞാൻ മേശയ്ക്കകത്തിരുന്ന ഗുളിക എടുത്ത് കഴിച്ച്. ഞാൻ കിടന്നങ്ങ് വിളിച്ച്, എൻ്റെ പൊന്നോളെ നീ എന്നെ കൂടെ കൊണ്ടുപോകാൻ നമുക്ക് ഒത്ത് കഴിച്ചൂടെ എന്ന് പറഞ്ഞ് ഞാൻ എനിക്ക് എൻ്റെ സമനിലയൊക്കെ തെറ്റി നമ്മൾ അപ്പോഴേ മിഷൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവൾ ഐസിയിലാക്കി വയറെല്ലാം കഴിയും. എത്രമാത്രം നിസ്സഹായമായിട്ടാണ് ആ സ്ത്രീ കാര്യങ്ങൾ വിശദീകരിച്ചത്. എന്താണെങ്കിലും അതിൽ കൂടുതൽ അന്വേഷണം നടക്കും എന്ന് പ്രതീക്ഷിക്കാം. വർക്കല ഡിവൈഎസ്പി ഗോപകുമാറാണ് ആശുപത്രിയിലെത്തി പെൺകുട്ടിയോട് വിവരങ്ങൾ ചോദിച്ച് അറിഞ്ഞത്. സത്യാവസ്ഥ മനസ്സിലാക്കി യുവാവിൻ്റെ മനസ്സ് മാറി വരും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷ ആ പെൺകുട്ടി വയ്ക്കുന്നു. ഒപ്പം ഇവർ വയ്ക്കുന്നത് നീതി അവർക്ക് ലഭിക്കണമെന്നുള്ളതാണ്. പോലീസ് ഇനിയും ആരെയും പിടികൂടിയിട്ടില്ല. ഒരു പെൺകുട്ടി സ്വന്തം ജീവനൊടുക്കുന്ന സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതാണ് ആ ബ്ലേഡ് മാഫിയ. അവളുടെ വിവാഹ ജീവിതം പോലും ഇല്ലാതാക്കാൻ ശ്രമിച്ച ആ ബ്ലേഡ് മാഫിയ സംഘത്തിലെ ഗുണ്ടകളെ പോലീസ് പിടികൂടുമെന്ന് കരുതാം. അവരുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. നിഗൂഢതകളുടെ ഈ 20-ാം മണിക്കൂർ നാളെ വീണ്ടും 20-ാം മണിക്കൂറിൽ. നമസ്കാരം.